ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ആദ്യം 1/4 കപ്പ് ചെറു ചൂടുപാൽ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ മേലേക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ പലകയുടെ മേലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് 2 ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ ബോളിനെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു അടുപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം നമുക്കങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ചെറിയൊരു അടപ്പ് കൂടെ ഉപയോഗിച്ചിട്ട് ഇതിന് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്യാം. നമുക്കിനി എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചെറുതായിട്ട് നനവുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് പൊന്തി വരാനാണ്. ഡോയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്കിനി ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും പിന്നെ റിംഗ് എടുത്തിട്ട് മെൽറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റൊക്കെ ചോക്ലേറ്റ് ഗണാഷിൽ ഡിപ്പ് ചെയ്തെടുക്കണം. പകുതിയെ മുങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ ഡോണറ്റും ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.